എല്ലാവർക്കും നമസ്കാരം. നമുക്ക് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഡിവിഷൻ റൂൾ. മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിവിഷൻ റൂൾ അപ്പോൾ എന്തായിരിക്കും എന്ന് ചിലവർക്കെങ്കിലും ഒരു ഐഡിയ ഇപ്പോൾ തലയിൽ വന്നിട്ടുണ്ടായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ഒരേ നമ്പറിൻ്റെ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആ എക്സ്പോണൻസ് തമ്മിൽ രണ്ടും ആഡ് ചെയ്തു പ്രോഡക്റ്റിൻ്റെ, അല്ലേ? പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് രണ്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു, മറ്റേ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്തു. ദെൻ അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ എന്തായിരിക്കും വരിക? മൾട്ടിപ്ലിക്കേഷൻ ആഡ് ചെയ്യാൻ വന്നാൽ ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ എന്തായിരിക്കും വേണ്ടി വരിക? മൈനസ് ചെയ്താൽ മതി, അല്ലേ? നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. 2⁵ ഡിവൈഡഡ് ബൈ 2⁵ എന്ന് വിചാരിക്കും. അപ്പോൾ ഒരേ നമ്പറിൻ്റെ ആയിരിക്കണം കേട്ടോ. 2⁵ നമ്മൾ എന്ത് എഴുതും? 2 × 2 × 2 × 2 × 2 all divided by 2 × 2 × 2. 2⁵ ആണ് ഡിവൈഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി. ഉണ്ടാവും ഒരേ നമ്പറുകളിൽ ഡിവൈഡ് ചെയ്യാൻ എന്തൊരു സുഖം ഇങ്ങനെ ഇരുന്ന് കിട്ടികളെ. അങ്ങനെ ബാക്കി എത്ര നമുക്ക് കിട്ടി? ബാക്കി നമുക്ക് 2⁵2 കിട്ടി. അപ്പോൾ ഡിവിഷൻ റൂള് ഞാൻ പറഞ്ഞ പോലെ എന്ത് വരും? 2⁵5 ഡിവൈഡഡ് ബൈ 2⁵3. അപ്പോൾ ഈ 5ൽ നിന്നും 3 മൈനസ് ചെയ്തതല്ലേ നമുക്ക് ആൻസറിൽ കിട്ടിയിരിക്കുന്ന നമ്പറിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2⁵5 ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 = 2⁵2, അതായത് 2² കിട്ടി. അപ്പം ഇങ്ങനെ എഴുതി വെട്ടിക്കളഞ്ഞ് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ. ഇനി ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ അപ്പം എന്തായിരിക്കും അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ വരിക? x⁻n ഡിവൈഡഡ് ബൈ x⁻n ഈക്വൽസ് x⁻m മൈനസ് n. മനസ്സിലായില്ലേ? ഇത്രയുള്ളൂ ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പം ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണം, x എന്ന് പറയുന്നത് 0 ഒഴിച്ചുള്ള മറ്റേതോ നമ്പറും ആവാം. എമ്മും എന്നും നാച്ചുറൽ നമ്പേഴ്സും ആയിരിക്കണം. മാത്രമല്ല എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൻ, എന്നിനേക്കാൾ വലുതാവണം. എന്നാലല്ല എമ്മിൽ നിന്ന് n മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എം വലുതായിരിക്കണം എന്നിനേക്കാൾ. ഇത്രയ്ക്കും കാര്യങ്ങളും കൂടി അതിൻ്റെ സൈഡിലുണ്ട് എന്ന് മാത്രം. അപ്പം ഇതാണ് ഡിവിഷൻ റൂള്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്തൂടെ? പേജ് നമ്പർ 60 നോക്കിയേ. വാട്ട് പവർ ഓഫ് 2 വി ഗെറ്റ് ഓൺ ഡിവൈഡിങ് 2⁵5 ബൈ 2⁵3. അത് നമ്മളിപ്പോൾ തന്നെ ചെയ്തു ഇല്ലേ? 2⁵5നെ 2⁵3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? ആ 5ൽ നിന്ന് 3 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 2⁵2. വാട്ട് ഈസ് 10⁻9 ഡിവൈഡ് ബൈ 10⁻4? അത് നമുക്ക് ചെയ്യാലോ. 10⁻9 ഡിവൈഡഡ് ബൈ 10⁻4 എന്നാൽ എന്താണ്? ഡിവിഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് 10കൾ ഇങ്ങനെ 9 നിരത്തിയിട്ട് വെട്ടിക്കളയാനൊന്നും നിൽക്കണ്ട. 10⁻9 മൈനസ് 4 അല്ലേ? അതായത് 10⁻5 ആണ് ഉത്തരം. വാട്ട് പവർ ഓഫ് 2 ഈസ് ഹാഫ് ഓഫ് 2⁻10? അടുത്ത കുട്ടികളെ പറ്റിക്കാനുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചു 2⁻10ൻ്റെ ഇരട്ടി എത്രയാണ്. അപ്പോൾ ചിന്തിക്കാണ്ട് എല്ലാവരും വിളിച്ച് പറയും 2⁻20 എന്ന് വിളിച്ച് പറയും, അല്ലേ? പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു 2⁻20 അല്ല, 2⁻10ൻ്റെ ഇരട്ടി എത്രയായിരുന്നു? 2⁻11 ആയിരുന്നു, അല്ലേ? അതേപോലെ തന്നെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതാണ്. വാട്ട് പവർ ഓഫ് 2 ഈസ് ഹാഫ് ഓഫ് 2⁻10? 2⁻10ൻ്റെ പകുതി എത്രയാണ്? കേട്ട പക്ഷെ എല്ലാവരും പറയും 2⁻5 പകുതി ആണോ? 2⁻10ൻ്റെ പകുതി സാധാരണഗതിയിൽ പകുതി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 2 വെച്ച് ഡിവൈഡ് ചെയ്യും, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2⁻10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2ൻ്റെ ഇവിടെ പവർ ഒന്നുമില്ല, അപ്പോൾ നമുക്കറിയാം 1 ആണ്. 2⁻10 ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 2⁻10 - 1 എന്ന് പറയുമ്പോൾ 2⁻9. അപ്പോൾ 2⁻10ൻ്റെ പകുതി എത്രയാണ്? ഹാഫ് 2⁻9. മനസ്സിലായോ? അപ്പോൾ ഓർത്ത് വെച്ചോളൂ, തെറ്റിക്കരുത്. Look at the table of powers of 2 in page 58. 58ലൊരു ടേബിൾ തന്നിട്ടില്ലേ 2ൻ്റെ പവേഴ്സിൻ്റെ? അത് നോക്കാൻ യൂസിങ് ഇറ്റ്, അത് യൂസ് ചെയ്തുകൊണ്ട് ക്യാൻ യു കമ്പ്യൂട്ട് ദീസ് ക്വസ്റ്റ്യൻസ്?
ഈ കോഷ്യൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 64 divided by 16. അപ്പോൾ ആ പേജിലേക്ക് നോക്കിയോ. 64 എന്നാൽ 2 raised to 6 divided by 16 എന്ന് പറയുമ്പോൾ 16 എത്രയായിരുന്നു? 2 raised to 4. അപ്പം എന്താ വരാ? 2 raised to 6 minus 4 equals 2 raised to 2. അപ്പോൾ ക്വോഷ്യന്റ് കിട്ടിയില്ലേ? 2 raised to 2 എന്ന് പറഞ്ഞാൽ എത്ര വരാ? 4. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 512 divided by 32. അപ്പോൾ 512 നോക്കൂ, എന്താണ്? 2 raised to 9 ആണ്. Divided by 32 എന്ന് പറയുമ്പോൾ 2 raised to 5 ആണ്. അപ്പോൾ എന്താ വരാ? 2 raised to 9 minus 5 അല്ലേ? Equals 2 raised to 4. 2 raised to 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 60. അപ്പം അത് കഴിഞ്ഞു. അടുത്തത് അതുപോലെ ചെയ്തൂടെ? ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ ടേബിളിൽ നോക്കുക, ഓരോ നമ്പറും പവർ ഏതാണെന്ന് എടുത്ത് എഴുതുക. എന്നിട്ട് അത് എന്താ പറയുക, മൈനസ് പവേഴ്സ് തമ്മിൽ ഈ എക്സ്പോണൻസ് തമ്മിൽ മൈനസ് ചെയ്തിട്ട് എത്രയാണ് പിന്നത്തെ എക്സ്പോണൻറ്റ് നോക്കുക. അത് വെച്ചിട്ടുള്ള വാല്യൂ ആ ടേബിളിൽ നോക്കിയിട്ട് എടുത്ത് എഴുതുക. അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്തൊരു ഫ്രാക്ഷൻ കൊടുത്തിട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇനി അത് നോക്കാം. 2 raised to 8 into 1 by 2 raised to 3. ഇതെങ്ങനെ ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വന്നേക്കല്ല. മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ട ചിഹ്നം. പക്ഷേ ഇത് ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ഡിവൈഡ് ചെയ്യലാണ്. അതെങ്ങനെയാ? 2 raised to 8 into 1 by 2 raised to 3. അതായത് ഫ്രാക്ഷനും ഒരു നാച്ചുറൽ നമ്പറും തമ്മിലാവുമ്പോൾ നേരെ നേരെ കിടക്കുന്നത് നമ്മൾ ഇൻറ്റു ചെയ്യും അല്ലേ? 2 raised to 8 into 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും 2 raised to 8 divided by 2 raised to 3 വന്നു അല്ലേ? ഇപ്പം ഇത് ഡിവൈഡ് ചെയ്യാനല്ല വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമുക്കറിയാം ഫ്രാക്ഷനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ മുകളിലും താഴെയായിട്ട് കിടക്കുന്നത് ഡിവൈഡാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോഴും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ഇൻറ്റു ചെയ്ത് നീട്ടതിന് ശേഷം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? 2 raised to 8 minus 3 equals 2 raised to 5 അല്ലേ? 2 raised to 5 നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ. ബൈ വാട്ട് ഷുഡ് 7 raised to 6 be multiplied to get a 7 square? 7 raised to 6നോട് എത്ര മൾട്ടിപ്ലൈ ചെയ്താലാണ് 7 സ്ക്വയർ കിട്ടുക? അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ ഇങ്ങനെയായിരിക്കും. പ്രോഡക്റ്റ് ഇതിനേക്കാൾ വലിയ നമ്പർ ആയിരിക്കും വരിക അല്ലേ? പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ചെറിയ നമ്പറാണ്. അതായത് 7 raised to 6നോട് എത്രയെങ്കിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 7 raised to 6നേക്കാൾ വലിയ നമ്പറാണ് ശരിക്കും ഇവിടെ വരേണ്ടത് അല്ലേ? പക്ഷേ 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ ചെറിയ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനാണ് വന്നതെങ്കിലും ശരിക്കും ചെയ്തിരിക്കുന്നത് ഡിവിഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് അങ്ങനത്തെ ആയിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്ന്, പക്ഷെ നമ്മൾ ചെയ്തത് ഡിവിഷനാണ്. കാരണം എന്താ? അത് താഴെ മുകളിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരെണ്ണം നാച്ചുറൽ നമ്പറും മറ്റേത് ഫ്രാക്ഷനുമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അത് ഫ്രാക്ഷൻ ആകുമ്പോൾ എന്ത് വന്നിട്ടുണ്ടാവും? 1 divided by 7 raised to 2 ആണ് ആൻസർ കിട്ടിയിരുന്നത്. അപ്പോൾ 6ൽ നിന്നും എത്ര മൈനസ് ചെയ്തപ്പോഴായിരിക്കും 2 വന്നിട്ടുണ്ടാവുക? 4 അല്ലേ? അപ്പോൾ 7 raised to 4 ആയിരിക്കും ഇവിടെ. 1 by 7 raised to 4. അപ്പം ഇങ്ങനെ വരുമ്പോഴല്ലേ 7 സ്ക്വയർ ആൻസർ വരിക? നോക്കിയേ, 7 raised to 6. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ വരിക? 7 raised to 6 divided by 7 raised to 4 equals 7 raised to 6 minus 4 equals 7 square അല്ലേ? 7 സ്ക്വയർ ആൻസർ വന്നത്. അപ്പോൾ ഇതിനേക്കാൾ ചെറിയ ആൻസറാണ് ഇവിടെ കിടക്കുന്നത്, ചെറുതാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ ഫ്രാക്ഷൻ ആയിരിക്കും 1 by. ഇനി അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അനദർ ഡിവിഷൻ. ഇനി വേറെ തരം ഡിവിഷൻ. ഒരു തരം നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചത് ഡിവിഷൻ റൂളിൽ? x raised to m divided by x raised to n equals x raised to m minus n
അല്ലേ? ഇതിൽ എന്തൊക്കെയുണ്ട് നിബന്ധനകൾ? നമ്മൾ പറഞ്ഞ എക്സ് എന്ന് പറയുന്നത് 0 ഒഴിച്ചുള്ള ഓൾ നമ്പേഴ്സ് ആവാം. എമ്മും എന്നും നാച്ചുറൽ നമ്പേഴ്സ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ആവാം. ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, എം ഗ്രേറ്റർ ദാൻ എൻ, അല്ലേ? എന്നിനേക്കാൾ വലുതായിരിക്കണം എം. അപ്പോഴാണ് നമുക്ക് എമ്മിൽ നിന്ന് എൻ മൈനസ് ഇത് കൃത്യ ആൻസർ കിട്ടും. എക്സ് റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ. ഇതില് എം എന്നിനേക്കാൾ ചെറുതായാൽ എന്തു ചെയ്യും? മനസ്സിലായോ? ഇങ്ങനെ ചെന്നിട്ട് കഴിഞ്ഞാൽ അറിയില്ലേ നിങ്ങൾക്ക്? എം ലെസ് ദാൻ എൻ ആണെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് അപ്പം നമ്മൾ മൈനസ് ചെയ്യാൻ പറ്റുക? എമ്മിൽ നിന്നും എൻ മൈനസ് ചെയ്യാൻ പറ്റുമോ? എം ചെറുതല്ലേ. അപ്പം എന്ത് ചെയ്യണം എന്നിട്ടുണ്ടെങ്കിൽ 1/x⁻². വലുത് ഏതാണ്? ഇതിലത്തെ വലുത് താഴത്ത് നിൽക്കുന്നതാണ്, എൻ ആണ് വലുത്, അല്ലേ? n മൈനസ് എം എഴുതും. മനസ്സിലായ? അതായത് വലുതിന് ചെറുത് കുറയ്ക്കന്നെ, പക്ഷെ എന്ത് ചെയ്യണം? ഒരു 1/, ഇടണം മാത്രം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇതെങ്ങനെയാ വരാ? നമുക്ക് ആദ്യമേ മുകളിൽ എടുക്കണമെങ്കിൽ ഇൻറ്റു ചെയ്യാം. 2⁵ + 3 വരും, അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ റൂള് കൊടുക്കുമ്പോൾ അപ്പം എന്ത് വരും? 2⁸ വന്നു ബൈ 2⁴. ഇനി നമ്മൾ ഇതിൽ ഏത് റൂളാണ് കൊടുക്കുക? ഡിവിഷൻ റൂൾ കൊടുക്കും, അല്ലേ? 2⁸ - 4 = 2⁴ ആൻസർ കിട്ടി. കഴിഞ്ഞു. അപ്പം ഇതുപോലെ ചെയ്തൂടെ? അടുത്തെന്താ? അടുത്തത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം, ഒറ്റയ്ക്ക് ചെയ്യാവുന്നതുള്ളൂ. അതിൻ്റെ പിന്നെ ഞാൻ പറയാം. 5² × 5⁴ ഡിവൈഡഡ് ബൈ 5⁵ × 5⁴. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും? 2 മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് അത് 2 ഡിവൈഡ് ചെയ്യുക, അല്ലേ? അതിന് പകരം നമുക്ക് ഇവിടെ ഈസി ആയിട്ടൊരു കാര്യം ചെയ്യാം കേട്ടോ. മുകളിൽ 5⁴ എടുക്കുന്നുണ്ട്, താഴെ 5⁴ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഉടനെ ഇതിനെ തന്നെ അങ്ങോട്ട് വെട്ടിക്കളയാം. പിന്നെ ഇതിനെ വീണ്ടും എടുത്ത് ചെയ്യാൻ നിൽക്കണ്ടല്ലോ, ഒരേ ഇത് വന്നു കാരണം. ഇനി ബാക്കി ഇതിൽ 5⁻². അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്, പക്ഷെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആ സെയിം നമ്പർ തന്നെ വരും. അതുകൊണ്ട് നമുക്ക് 1 എഴുതിയതിന് കുഴപ്പമില്ല. 5² ബൈ 5⁵ എന്നായി മാറി. അപ്പം എന്ത് വരും? അപ്പം ആ റൂള് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്, അല്ലേ? നമുക്ക് ചെറിയ നമ്പറിനെയാണ് നമ്മൾ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം. 5² എന്ന് പറയുമ്പോൾ എന്താ? 5 × 5. 5⁵ എന്ന് പറഞ്ഞാലോ 5 × 5 × 5 × 5 × 5 വരും, അല്ലേ? അപ്പം ഇത് പോയി മുകളിൽ 1 ഉണ്ട്. 1/, എത്ര വന്നു? 5⁻³ വന്നു, അല്ലേ? അപ്പം ഇത് ഇങ്ങനെ അല്ലാണ്ട് നമ്മൾ മറ്റേ തരത്തിൽ നമ്മളുടെ ജനറൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എന്താ വരാ? വലിയ നമ്പറും ചെറിയ നമ്പറും മുകളിലും താഴെ വലിയ നമ്പറും വന്ന് എന്താ ചെയ്യേണ്ടത്? 1/5⁻², അല്ലേ? അപ്പം എന്ത് വന്നു ഉത്തരം? 1/5⁻³. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്? 2 തരത്തിലും നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ വല്ല കൺഫ്യൂഷൻ തോന്നുന്നവർ ഇത് നിരത്തി എല്ലാതും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇൻറ്റു ചെയ്ത് എഴുതിയിട്ട് ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് ഇതുപോലെ ആൻസർ ചെയ്താലും മതി. ഇതും ബുദ്ധിമുട്ടില്ലല്ലോ. ഇത് ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങനെ ചെയ്താൽ മതി. സാധാരണ പോലെ മുകളിൽ വലിയ നമ്പറും താഴെ ചെറിയ നമ്പർ തന്നെയാണ് നമുക്ക് സുഖം, കളഞ്ഞിട്ട് എഴുതാം, മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. പക്ഷേ ഇൻ കേസ് വലിയ നമ്പർ താഴെയും മുകളിൽ ചെറിയ നമ്പറും വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഫ്രാക്ഷനായിട്ട് ആൻസർ വരും. അതിൽ ന്യൂമറേറ്റർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. 1/, എന്ന് പറഞ്ഞിട്ട് വരും ആൻസർ. വലുതിന് ചെറുത് കുറച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പം അത് മനസ്സിലായില്ലേ? ഇനി എന്താണ് അതിൽ? അപ്പം അതൊക്കെ ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. വേണമെങ്കിൽ പറഞ്ഞോട് ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിയേ, ഇതിപ്പോൾ 8⁻² × 8⁻7 എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ആദ്യമേ കൊടുക്കാം. 7, അല്ലേ? ബൈ 8⁻6 + 3. ഇത് ആദ്യം ചെയ്യാം, അല്ലേ? അപ്പം എത്ര വന്നു? ഈക്വൽസ് 8⁻², 7 × 2 9, 6 × 3 9, 8⁻9 ബൈ 8⁻9. രണ്ടും ഒരേ ഇത് വരുമ്പോൾ എന്ത് വരും? ഇതിൽ ഒരു പ്രാവശ്യം. അപ്പം എത്ര ആൻസർ കിട്ടി? 1, അല്ലേ? ഇനി നമ്മൾ മറ്റേ ഡിവിഷൻ
റൂള് വഴി വരുമ്പോൾ നിങ്ങൾ ഡിവിഷൻ റൂള് വഴി ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ 8⁹ ഡിവൈഡഡ് ബൈ 8⁹ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ സാധാരണ 8⁹ മൈനസ് 9 അല്ലേ? അതായത് 8⁻0. 9ൽ നിന്നും 9 മൈനസ് ചെയ്തു, ഡിവൈഡ് ചെയ്യല്ല, മൈനസ് ചെയ്തു. 9ൽ നിന്ന് 9 പോയി, ബാക്കി എന്താ ഉള്ളത്? 0. 8⁻0 എന്ന് പറഞ്ഞാൽ എത്രയാ? ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആയിട്ട്, ഏതൊരു നാച്ചുറൽ നമ്പറിൻ്റെയും പവർ 0 ആയാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വാല്യൂ 1 ആണ്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാൻ വെറുതെ പറഞ്ഞു തന്നു മാത്രം. എങ്ങാനും വല്ലതും ചെയ്തു വരുമ്പോൾ 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ മൊത്തം 8⁻0 എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻസർ എന്ന് വിചാരിക്കരുത്, അത് തെറ്റാണ്. എന്താണ്? നിങ്ങൾ ഇങ്ങനെ 8⁻9 ഡിവൈഡഡ് ബൈ 8⁻9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 9 പ്രാവശ്യം എഴുതി, ഇവിടെ 9 പ്രാവശ്യം എഴുതി. അപ്പോൾ എത്ര പ്രാവശ്യം പോയി? 8⁻9. 8⁻9ൽ ഒരു പ്രാവശ്യം പോയി അല്ലേ? അങ്ങനെ 1 കിട്ടി. ഇനി അഥവാ അങ്ങനെ 0 പവർ 0 ആയിട്ട് ഏത് നമ്പറിൻ്റെയും 1000 ആയിക്കോട്ടെ, ലക്ഷം ആയിക്കോട്ടെ, ക്രോർ ആയിക്കോട്ടെ, എന്തിൻ്റെയും പവർ 0 ആയാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ 1 ആൻസർ കിട്ടി അതിൻ്റെ. ഓക്കെ, അതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇടയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. ഇതും ചെയ്യാൻ പറ്റും, ഞാൻ വെറുതെ പറഞ്ഞു തരുമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ റൂൾ കൊടുത്തു. അപ്പോൾ എന്ത് വരും? 10⁻4 + 5 വന്നു ന്യൂമറേറ്റർ അല്ലേ? താഴെ എന്താ വരാ? 10⁻6 + 7 വന്നു. അപ്പോൾ എന്ത് വരും? 10⁻9 ബൈ 10⁻13. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം വരാൻ നമ്മൾ പറഞ്ഞത്? 1/10⁻13 - 9 അല്ലേ? മുകളിൽ ചെറുതും വന്നു, അടിയിൽ വലുതും വന്നു. അപ്പോൾ നമുക്ക് 9ൽ നിന്ന് 13 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 1/8. അപ്പോൾ എന്താ ആൻസർ വരാ? 1/13ൽ നിന്നും 9 കളഞ്ഞാൽ ബാക്കി 4 ഉണ്ട് അല്ലേ? 1 ഡിവൈഡഡ് ബൈ 10⁻4 ആൻസർ കിട്ടി. അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.